ഹായ് ഗൈസ്, ആദ്യം തന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. പെരുന്നാളൊക്കെ ആയതുകൊണ്ടൊക്കെ തന്നെ ഞാൻ എല്ലാ വീട്ടിലും നിൽക്കാൻ പോയേക്കായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ ഇമ്പോസിബിൾ ഹെയറിൻ്റെ സെക്കൻഡ് എപ്പിസോഡ് വരാതിരുന്നത്. അപ്പോൾ 2 ആഴ്ചയായി നമ്മൾ വീഡിയോ ഇട്ടിട്ട് ഇനി ഇങ്ങനെ ലെങ്തി ആവാണ്ട് നോക്കി. ഈ എപ്പിസോഡിന് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ക്യാങ് വണ്ടി ഓടിച്ചൊരു സ്ഥലത്ത് വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. അവിടെ ഒരുപാട് പെൺകുട്ടികളും ആണുങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവർ ഡ്രിങ്ക്സ് അടിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ അവിടെ. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ബോട്ടിലിൻ്റെ മുകളിൽ കുറച്ച് കാറിൻ്റെ കേസ് വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്യുന്നൊരു പരിപാടിയാണ്. അതിന് ഒരാൾ വരുന്നിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്നില്ല. ശേഷം നമ്മൾ കാണിക്കുന്നത് ഒരാൾ വരുന്നതാണ്. ഇയാളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക്. ഇയാൾ നമ്മുടെ കഥയിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ തന്നെയാണ്. നമ്മുടെ ക്യാങ്ങിന് ഇയാൾ വന്നിട്ട് അത് അധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇയാൾ നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഇയാൾ വന്നിട്ടൊരു ഷോട്ട് അടിക്കുമ്പോൾ തന്നെ ഈ കുപ്പി പൊട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര അധികം സന്തോഷമാകുന്നുണ്ട് ക്യാങ്ങിനെ ഒഴിച്ചിട്ട്. അപ്പോൾ ഈ നേരത്തെ ഷൂട്ട് ചെയ്ത ആളെ ഇയാൾ ജസ്റ്റ് ഒന്ന് പേടിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. അത് കണ്ടിട്ട് അയാൾ നിലത്തേക്ക് വീഴുമ്പോൾ ഇയാളും കൂടെയുള്ള പെൺകുട്ടികളെല്ലാവരും ചിരിക്കുന്നുണ്ട്. ശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹാനാണ് കേട്ടോ. ഇവനൊരു ബുദ്ധ ടെമ്പിളിലേക്കാണ് വന്നിരിക്കുന്നത്. കാരണം ഇവൻ്റെ അമ്മ ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇവൻ്റെ അമ്മയുടെ അടുത്ത് അവൻ പറയുന്നുണ്ട്, അമ്മേ വാ, നമ്മൾ വലിയ ആപത്തിപ്പെട്ടിരിക്കുക എന്ന് പറയുമ്പോൾ അവൻ്റെ അമ്മ കൂട്ടാക്കുന്നില്ല. പിന്നെ അവൻ പറയുമ്പോൾ അവൻ്റെ അമ്മ ഉറക്ക പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നുണ്ട് കേട്ടോ. ശേഷം അവൻ പറയുന്നുണ്ട്, അമ്മയുടെ നല്ലതിന് വേണ്ടിയിട്ടല്ല ഞാനിങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അമ്മ അത്യാവശ്യം ഇമോഷണലൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവൻ്റെ കൂടെ പോകാൻ തയ്യാറാവുന്നുണ്ട്. അങ്ങനെ നമ്മൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹാൻ ബസ് സ്റ്റേഷനിൽ നിൽക്കുന്നതാണ് കേട്ടോ. അവിടെ അവൻ്റെ അമ്മേനെ ബസ്സിൽ കയറ്റി വേറെ സ്ഥലത്തേക്ക് വിടുന്നുണ്ട്. ഇവൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നുള്ളതൊക്കെ ഞാനിപ്പോൾ തന്നെ പറഞ്ഞുതരാം. അപ്പോൾ ഇവനിങ്ങനെ വിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫ്ലാഷ് ബാക്കാണ് കാണിക്കുന്നത്. അന്ന് എന്തിനാണ് എന്തിനാണ് ഓടിയെന്ന് വെച്ചാൽ ഇവൻ്റെ അച്ഛനായിരുന്നു കേട്ടോ. ഇവൻ്റെ അച്ഛൻ ഭയങ്കര ടോർച്ചറിങ് ഒക്കെയാണ്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ അമ്മേനെ കൊല്ലൂ എന്ന് പറയുമ്പോഴാണ് ഇവൻ അമ്മേനെ ബസ്സിൽ കയറ്റി വിടുന്നത്. ശേഷം അവൻ പോയതിനു ശേഷം അവിടെ ഗുണ്ടകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അമ്മേനെ പിടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അമ്മ പോയിട്ടുണ്ടായിരുന്നല്ലോ. ശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ അവിടെ വന്നിട്ട് അവിടുത്തെ പൈസയൊക്കെ കണ്ടിട്ട് അവൻ മടങ്ങി പോകണം. അപ്പോൾ നമ്മുടെ ക്യാങ് വയ്ക്കുന്നുണ്ട്. ഇവിടെ വരെ വന്നിട്ട് എന്താ മടങ്ങിയപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത് പഠിക്കാനുള്ള പൈസ ഒന്നും ഇപ്പം എൻ്റെ കയ്യിലില്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ക്യാങ് പറയുന്നുണ്ട്, ഞാൻ പഠിപ്പിക്കാം, പക്ഷേ ഒരു റൂളുണ്ട്, ഞാൻ എത്ര വേണമെങ്കിൽ നിന്നെ അടിക്കും, നീ അത് നിന്നതിനും. അങ്ങനെയാണ് ഇതെന്ന് പറയുമ്പോൾ ഇവനൊരു ബെൽറ്റ്, ഇവനൊരു കയ്യിലിടാനുള്ള ഗ്ലൗസും പിന്നെ തലയിൽ മുഖത്ത് വയ്ക്കാനുള്ള സ്ഥലക്കാർ ഇവനെ അടിക്കുമ്പോൾ ഇവൻ്റെ മുഖത്തേക്ക് കൊള്ളാതിരിക്കാൻ വേണ്ടി. ശേഷം അവിടെ ഫൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ എപ്പിസോഡ് 1 തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ക്യാങ് അടിപൊളി ഒരു ബോക്സറാണല്ലേ. സോ ഇവനെ തോപ്പിക്കാൻ നമ്മുടെ ഹാനിന് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ പാസ്റ്റൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ, അതായത് അവൻ്റെ അമ്മേനെയും ഇവനെയൊക്കെ അവൻ്റെ അച്ഛൻ ഭയങ്കര ടോർച്ചർ ചെയ്യുന്നതും അതുപോലെ തന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഹാനിന് സമനില തെറ്റിപ്പോകുന്നുണ്ട്. കാരണം ഇതൊക്കെ ആലോചിക്കുമ്പോൾ ആർക്കാണെങ്കിലും ഒരു ഇതാവുമല്ലോ. അതിനുശേഷം ഈ ദേഷ്യം മുഴുവൻ അവൻ്റെ ക്യാങ്ങിൻ്റെ മേത്തേക്കാണ് അവൻ തീർക്കുന്നത് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് ക്യാങ് നമ്മുടെ ഹാൻ വീട്ടിൽ കൊണ്ട് വിടുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാങ് ചോദിക്കുന്നുണ്ട്, ഫ്രണ്ട്സ് എന്ന് ചോദിക്കുമ്പോൾ ഹാൻ പറയുന്നുണ്ട്, എനിക്കതിലൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാങ് വിചാരിക്കും എന്ത് മനുഷ്യനാണ് ഇവന്നൊക്കെ വിചാരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ്സിലിരിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാരൻ അവനോട് എന്തോ ഒരു കുശുമ്പ് പറയുന്നുണ്ട്. അപ്പോൾ ക്യാങ് പറയുന്നുണ്ട്, ഇങ്ങനെയാണെങ്കിൽ നീ എന്നെയും കുശുമ്പ് പറയുമല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാങ് വന്നിട്ട് ഹാനോട് പറയുന്നുണ്ട്, വാ, ഇവൻ്റെ കുശുമ്പൊന്ന് കേട്ടുകൊണ്ട് ഇവിടെ നിൽക്കേണ്ട, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഹാൻ പറയുന്നുണ്ട് വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഹാൻ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാന് നേരെ വരുന്നത് സ്കൂളിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് കേട്ടോ. അപ്പോൾ അവൻ വന്നവിടെ ഇരുന്ന് പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ക്യാങ് അവിടേക്ക് വരുന്നുണ്ട്. അതിനുശേഷം അവൻ ഹാൻ്റെ അടുത്ത് നിന്ന് ഇയർഫോണൊക്കെ വാങ്ങിച്ചിട്ട് ഏത് പാട്ടാണ് നീ കേൾക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻ പതുക്കെ അവൻ്റെ ഹെഡ്ഫോൺ എടുത്തിട്ട് തിരിച്ച് വാങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവൻ പറയുന്നുണ്ട്, ഇത് എൻ്റെ അമ്മ കേട്ടുകൊണ്ടിരുന്ന പാട്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഹാൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നെ പറ്റിയുള്ളത് ശരിക്കുള്ളത് എന്താ, റിയൽ എന്താണെന്ന് അറിയേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ക്യാങ് പറയുന്നുണ്ട്, വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല എനിക്ക്, എന്നാലും നീ പറയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹാൻ പറയുന്നുണ്ട് അത് അവൻ്റെ ബയോളജിക്കൽ ഫാദർ ആണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹാൻ പറയുന്നുണ്ട്, ഞാനൊരു കൊലപാതകിയുടെ മകനാണ്, ഇതെൻ്റെ ശരിക്കുള്ള അച്ഛനല്ല, എൻ്റെ അച്ഛൻ ജീവപര്യന്തരത്തിന് കിടക്കാമെന്ന് പറയുമ്പോൾ നമ്മുടെ കിടക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻ ചോദിക്കുന്നുണ്ട് ക്യാങ്ങിനോട്, നീ പേടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ക്യാങ് പറയുന്നുണ്ടെന്ന് വെച്ചാൽ, ഞാൻ നിൻ്റെ അച്ഛനതൊട്ട് കണ്ടിട്ടില്ല, പിന്നെ നീ കൊലപാതകമൊന്നുമല്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനാ പേടിക്കണമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻ എടുത്തടിച്ച് പറയുന്നുണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ക്യാങ്ങിന് ചെറിയ ഡൗട്ടൊക്കെ വരുന്നുണ്ട്, ഇവനോടല്ലേ നേരത്തെ ചോദിച്ചത് ഫ്രണ്ട്സ് ആവാന്നൊക്കെ. അത് കഴിഞ്ഞിട്ട് ക്യാങ് ചോദിക്കുന്നുണ്ട്, അത് നീ എനിക്ക് ഔദാര്യമായിട്ട് തന്നതാണോ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഹാൻ പറയുന്നുണ്ട്, അല്ല, എനിക്ക് നിന്നെ കൊണ്ട് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് നിൻ്റെ സഹായം വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് എന്ത് വേണേൽ ഞാൻ ചെയ്തുതരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ.
ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് അതേന്ന് പറയുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ ക്യാങ് പറയുന്നുണ്ട് എനിക്കൊരു യൂണിവേഴ്സിറ്റി ചേരണം, നീ അതിനെ എന്നെ ചേർക്കുമെന്ന് പറയുമ്പോൾ ഹാൻ പറയുന്നുണ്ട് ഉറപ്പായിട്ട് ഞാൻ എന്നെ അതിൽ ചേർക്കുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 2013 കാലഘട്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹാൻ അവിടെ കുറച്ച് കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഇത് ഗുഡ്സൊക്കെ വണ്ടിയിലേക്ക് കയറ്റി കൊടുക്കുന്ന ഒരു ജോലിയാണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ജോലിയും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹാൻ അവൻ്റെ വീട്ടിലേക്ക് വീട്ടിലേക്ക് പോയിക്കൊണ്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവനൊരു പെൺകുട്ടീനെ കാണുന്നുണ്ട്. ഇവളാണ് നമ്മുടെ ഹീറോയിൻ, ഇവളുടെ പേര് ആണ് കേട്ടോ. ശേഷം നമ്മുടെ ഹാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മുടെ ക്യാങ് അവനക്ക് വേണ്ടി ഫുഡും അതേപോലെ തന്നെ കേക്കൊക്കെ വാങ്ങിക്കൊണ്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹാൻ പറയുന്നുണ്ട് എന്തിനാ എനിക്കിതൊക്കെ വേണ്ടി ചെയ്തെന്ന് വയ്ക്കുമ്പോൾ ഹാങ് പറയുന്നത് ഞാൻ ആദ്യം മെഴുകുതിരി ഊതിക്കെടുത്താൻ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ ഹാൻ അവൻ്റെ ബാഗിൽ നിന്ന് പെൻഡ്രൈവാണ് കേട്ടോ. അപ്പോൾ അതിൽ നോട്ട്സൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ഹാൻ പറയുന്നുണ്ട് ഞാൻ വരുമ്പോഴത്തേനും നീ നോട്ട്സൊക്കെ വായിച്ച് തീർക്കണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാങ് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ പഠിപ്പ് പൈസ ഈ ഒരു വിചാരം മാത്രമേ മനസ്സിലുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ആളെ കാണിക്കുന്നുണ്ട്. ഇയാളുടെ പേരാണ് ക്യാങ് ഇഞ്ചു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ക്യാങ് ആണെന്ന് വിചാരിക്കും. ശരിക്കും ക്യാങ് എന്ന് വെച്ചാൽ ഇവരുടെ കമ്പനി നെയിമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ക്യാങ് ഇഞ്ചു എന്ന് പറയുന്നത്. നമുക്ക് ഇഞ്ചു എന്ന് വിളിക്കാം കേട്ടോ. ശേഷം അയാളോട് ചോദിക്കുന്നുണ്ട് ഇന്നെങ്കിലും നിങ്ങളുടെ അച്ഛൻ അനൗൺസ് ചെയ്യുമോ ആരാണ് അവകാശി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും അവിടെ ഒരു ഡിന്നർ പാർട്ടി നടക്കുകയാണ് കേട്ടോ. ശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സാറ് പറയുന്നുണ്ട് ഇതിൻ്റെ പ്രൊഫസർ വിളിക്കുന്നു പറയുമ്പോൾ ഹാൻ ആ പ്രൊഫസറിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. പ്രൊഫസർ പറയുന്നുണ്ട് നീ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട് നീ ഈയിടെയായിട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ഉണ്ടായിരുന്നില്ലേ അത് ക്യാങ് ഗ്രൂപ്പിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പ്രൊഫസർ പറയുന്നുണ്ട് നീ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പോയിൻ്റ് ഉണ്ടായിരുന്നല്ലോ പ്രോസ്പെരിറ്റി കോഓപ്പറേറ്റീവ് സെൻറ്റർ എന്ന് അത് അവരുടെ ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റിനെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പോയി കണ്ട് നമ്മുടെ പ്രൊഫസർ ഒരാൾ വിളിക്കുന്നുണ്ട്. ഇയാളാണ് ഇതിൻ്റെ എല്ലാം ഓണറെന്ന് പറയുന്നത്, ക്യാങ് ഗ്രൂപ്പിൻ്റെ ഓണറെന്ന് പറയുന്നത്. അപ്പോൾ ഇയാൾ ഒരു മകനും കൂടെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഹ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാങ് ഇൻഹ അതല്ലെങ്കിൽ ക്യാങ് ഒരു ദത്തുപുത്രനാണല്ലോ അല്ലെങ്കിൽ ഐതിഹ്യത്തിലുണ്ടായ മോനാണല്ലോ. സോ നമ്മുടെ ഹാന് ഒരു സ്ഥലത്ത് പോയിരുന്നുണ്ട്. കുറച്ച് ഡീറ്റെയിൽസൊക്കെ തപ്പുമ്പോഴാണ് അവൻ്റെ ഓപ്പോസിറ്റായിട്ട് നമ്മുടെ ഹീറോയിൻ നിൽക്കുന്നത് അവൻ കാണുന്നത്. നമ്മുടെ ഹീറോയിൻ ഇവൻ ഹീറോയിന് മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നെ ഓർമ്മയില്ലെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവൻ അതിനുള്ള മറുപടി ഒന്നും പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ക്യാങ് വിളിച്ചിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞാൽ അവനെ ഹോട്ടലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവൻ ഹോട്ടലിൽ ചെന്നിരിക്കുമ്പോഴാണ് അവനെ ക്രോസ് ചെയ്ത് നമ്മുടെ ഹീറോയിൻ പോകുന്നത് അവൻ കാണുന്നത്. ആ സമയത്ത് അവൻ അവിടെ സ്റ്റക്കായതാണ് നിൽക്കുന്നുണ്ട്. കാരണം ഒരു ഫീലിങ്സിൽ അവൻ അവളെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ ഡ്രാമ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ തന്നെ ഈ ഡ്രാമയെ പറ്റിയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ തൊട്ട് ഞാൻ പുതിയൊരു ഡ്രാമയായിട്ട് വരുന്നുണ്ട്. ഡ്രാമ ഭയങ്കര സർപ്രൈസാണ്. അപ്പോൾ നിങ്ങൾ